നമ്മളിതാ ക്യാമ്പ് അടിക്കാൻ പോകുകയാണ്. ടെന്റ് അടിക്കാൻ പോവാം. ഇവിടെ നിന്ന് നേരെ സോമർവാലി ലേക്ക്, അങ്ങനെ ലേക്ക് സൈഡാ. സ്ഥിരം പോണ സ്ഥല. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ തവണ പോയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് സോളോ ഒറ്റയ്ക്ക് പോണേ. സൽമോനെ നിതിൻമോനെ ആരെയും കൂട്ടിയിട്ടില്ല. തോമാച്ചൻ മാത്രം, വേറെ ആരുമില്ല. ചെല്ലുന്നു, ടെന്റ് അടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. രാവിലെ എന്നിട്ട് മീൻ പിടിക്കണം. കയാക്ക് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ കയാക്കും വാങ്ങിക്കണം. നേരെ ഒറ്റ പിടിയില്ല. നൈസ് രസമായിരിക്കും. അപ്പോൾ പയ്യെ വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ബൈ ബൈ. ഓക്കെ ഗൈസ്, നമ്മളിതാ ബക്കീസിലെത്തി. നമ്മളിവിടെ നിന്ന് ഗ്യാസ് അടിക്കുന്നു. ഗ്യാസ് അടിക്കാനായിട്ട് 2.871 പെർ ഗാലൻ. സോ നമ്മൾ വണ്ടിക്കകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ, അത് ഞാൻ കാണിച്ചില്ല. കംപ്ലീറ്റ് സാധനങ്ങൾ കയറിയിട്ടുണ്ട്. നമ്മുടെ ടെൻ്റ് ഉണ്ട്, സ്ലീപ്പിംഗ് ബെഡ് ഉണ്ട്, ഒരു ബാഗ് നിറച്ച്, ഒരു ഐസ് ബോക്സ് ഉണ്ട്. ഐസ് ബോക്സിനകത്ത് നിറച്ച് നമ്മൾ വെള്ളം തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സാധനം. ഇവിടെ പില്ലോ കവറുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, ചൂണ്ടയുണ്ട്, കംപ്ലീറ്റ് സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഇതായാലാണ് നമ്മൾ ക്യാമ്പ് അടിക്കാൻ പോണേ. ദിസ് GR കൊറോളയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സാധാരണ നാട്ടിൽ നമ്മൾ ക്യാമ്പ് അടിക്കാൻ പോകുമ്പോൾ ഫുൾ ടൈം അവിടെ ഫോർട്ട് ഫോക്കസ് നൈസ് വണ്ടി, ഇതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടോ. സോ സാധാരണ നമ്മൾ നാട്ടിൽ ക്യാമ്പ് അടിക്കാൻ പോകുമ്പോൾ ഫുൾ ടൈം താറെടുത്തോണ്ട് മല കയറലാണ് പതിവ്. ഉളുപ്പുണ്ണിയൊക്കെ മിസ് ചെയ്യുന്നു. ഇനി പറയേണ്ട കാര്യമില്ല, നമ്മളിപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് നാട്ടിൽ ക്യാമ്പ് അടിക്കാൻ ഇഷ്ടം. അയ്യോ ദൈവമേ, എൻ്റെ പേഴ്സ് കാണുമല്ലോ. പേഴ്സും കീയും എല്ലാം ചാടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കുന്ന സംവിധാനം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ആദ്യം നമ്മൾ കാർഡ് എടുക്കുക. അയ്യോ കാക്കയോ എന്നെ പറയാ. ആദ്യം നമ്മൾ കാർഡ് എടുക്കുക, ഇവിടേക്ക് ഇടുക, ഇവിടേക്ക് ഇടുന്നു, പ്രോസസ്സിങ് കാണിക്കുന്നു. ഓക്കെ, സോ ഇതായിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഡീസലുണ്ട്, 87 റെഗുലർ ഉണ്ട്, 89 ഉണ്ട്, 93 ഒക്ടേനും ഉണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിക്ക് ടർബോ ചാർജ്ഡ് വണ്ടി, 300 ഹോഴ്സ് പവർ. സോ പ്രീമിയം ഇല്ലാതെ പറ്റത്തില്ല. ഇതൊരു കാക്കയൊക്കെ നമുക്ക് കാക്കയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ നോക്കട്ടെ. അതാരും നമുക്ക് ഗ്യാസ് അടിക്കാം. ഇങ്ങനെയാണ് ഗ്യാസ് അടിക്കുന്നത്. ഇത് ഇവിടെ കണ്ടോ. സോ ഇതാണ് റേറ്റ്, $2.879. അത് ഏകദേശം $2.88. $250 ഒരു ഗ്യാലനാണ്. ഗ്യാലൻ്റെ റേറ്റ് ആവും. എടാ മോനെ, സെറ്റാണ് മോനെ. 12. ഇനിയാണ് ഏകദേശം ഒരു കൃത്യം ഒരു 10 ഗാലൻ അല്ല 12.5 ഗാലൻ ഗ്യാസ് കയറും. 12.5 ഗാലൻ ഗ്യാസ് ഇതിനകത്ത് കയറും. എവിടെ നീ മയിര് കാക്ക വന്നേ? ഒറ്റയ്ക്കാലോ, ഭയങ്കര ദയനീയമായൊരു ലുക്കൊക്കെ. സോ ഇതവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ, ഈ ഗ്യാസ് സ്റ്റേഷനാണ്. ഈ ഗ്യാസ് സ്റ്റേഷനകത്തൊരു ചെറിയ സ്റ്റോറൊക്കെ ഉണ്ട്. അവിടെ ഭക്ഷണവും പരിപാടികളും എല്ലാം കംപ്ലീറ്റ് സംവിധാനമുണ്ട്, കംപ്ലീറ്റ് അൽക്കൂലത്തും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ വേർഷനുകളിലാണ് ഞാനൊക്കെ വന്ന സമയത്ത് പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇത് വലിയ ഗ്യാസ് സ്റ്റേഷനാണ്. ഇതിൻ്റെ ചെറിയ വേർഷനിൽ നമ്മൾക്ക് ക്യാഷായിട്ട് ഇല്ലീഗലായിട്ട് നിൽക്കാൻ പറ്റുന്നിടത്തൊക്കെ. ഇപ്പോൾ പേപ്പറൊക്കെ ആയതുകൊണ്ട് നീ എവിടെ ഉള്ളത് നിൽക്കാം. എൻ്റെ മോനെ പേപ്പറൊക്കെ ആയി, ഇപ്പോൾ സന്തോഷം. ഓക്കെ, സോ നമ്മളുടെ
10 ഗാലനായി. ഓക്കെ, നമുക്ക് കട്ട് ഓഫ് ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കുത്തി നിറയ്ക്കാം. ഹബീബി ഗ്യാസ് അടിച്ച് നിറഞ്ഞു മക്കളെ, നിറഞ്ഞ് തുളുമ്പി. ഏതാ മൂട്? അംബാനി മൂട്. ഫുൾ ടാങ്ക് ഗ്യാസൊക്കെ എൻ്റെ മോനെ. സോ 34.52 12 ഗാലൻ ആയിരിക്കും നല്ലത്. ഞാൻ നേരത്തെ നോക്കി, ഡ്രൈവ് ത്രൂ കണ്ടില്ല. സോ ബേസിക്കലി ഗൈസ്, നമ്മളിതാ നമ്മുടെ ക്യാമ്പ് സ്പോട്ടിൻ്റെ അടുത്തിരിക്കുന്നു. നമ്മളിതാ നേരെ പോയി, അയ്യോ അങ്ങനെ നമ്മുടെ മറ്റേ പുള്ളിയുടെ പേരിനായിരുന്നു ആറാട്ടുണ്ട് ഗൈസ്. നമ്മളിതാ അങ്ങനെയായിരുന്നു ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മക്ഡൊണാൾഡ്സിലെത്തി. വിശക്കുന്നുണ്ട്, രാത്രി കഴിക്കാൻ ഭക്ഷണമില്ല. നമ്മൾ ഡ്രൈവ് ത്രൂവിൽ കയറി. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്, ഡ്രൈവ് ത്രൂവിൽ എത്തിയിട്ടുണ്ട്. അയ്യോ എൻ്റെ പൊന്നി ചേട്ടാ, അവനിപ്പോ ഒന്ന് കയറിയാനേ. എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ അവനെ ഇടിച്ചോലെ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും എൻ്റെ മോനെ ഞാൻ ഇതൊന്ന് കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സോ ഇത് കണ്ടോ, അവിടെ വണ്ടിയുടെ ഫ്രണ്ടിലൊരു കൊമ്പൊക്കെ കണ്ടോ? ആ മാൻ്റെ കൊമ്പാട്ടോ. അത് അവർ ചിലപ്പോൾ ഹണ്ട് ചെയ്ത മാനൊക്കെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഞാൻ ഇത്രയും നേരമായിട്ട് പറഞ്ഞു തീർത്തില്ലല്ലേ. നമ്മളിതേ ഗ്യാസ് സ്റ്റേഷൻ എന്നൊക്കെ എന്തൊക്കെയാ വായിൽ വരുന്നതെന്ന് അറിയത്തില്ല. നമ്മളിതേ മക്ഡൊണാൾഡ്സിലെത്തി. ഇവിടെ നമ്മൾ ഡ്രൈവ് ത്രൂവിൽ കയറി ഭക്ഷണം പറഞ്ഞ ഒറ്റ വിടിയിൽ നേരെ നമ്മൾ റോക്കി ക്രീക്ക് പാർക്ക് അറ്റ് സോമർ വാലി ലേക്ക്, ആൻഡ് വി ഗോ there, we reach there, we camp there, we tent there, we pitch our tent and we sleep and we wake up tomorrow morning. കയാക്കിംഗ് ഉണ്ടോയെന്നൊന്നും തോന്നുന്നില്ല അവിടെ. പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സീനെന്ന് പറഞ്ഞാൽ, നമുക്ക് ക്യാമ്പ് ചെയ്യുമ്പോൾ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഗ്രില്ല് ചിക്കനും പരിപാടികളും ഒന്നും നടക്കില്ല. കാരണം അവർക്ക് എന്തോ ആഷ് പാടില്ല ഈ സമയത്ത്. സോ ദർ ഇസ് സം ഇഷ്യൂ ലൈക്ക് ദാറ്റ്. എനിക്ക് കറക്റ്റ് എന്താ പരിപാടി എന്ന് അറിയത്തില്ല, എന്തോ സംഭവം ഉണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ മക്കടി ഓർഡർ ചെയ്യാം. മക്കടി how's it going? Let me get a large strawberry shake, milkshake. I'm sorry, the machine isn't working. Oh, what you got then? What do we have? Like, what else you got? You got some smoothies? Smoothies? Yeah. We do. You got a mango? Mango pineapple? What else you got? Sorry? You got a plain mango? The green apple? No, I'm saying you got like just the mango, like plain mango smoothie. Oh, mango and smooth. Right? Oh, mango and like a strawberry banana. Oh. Those are the only smoothies. So mango, strawberry and banana you said, right? Yes, sir. Alright, let me get a mango large. Okay. And you got some deal for the fries and the nuggets? The 20 piece with a basket of fries? Sorry? What did you ask? You got like a deal for the you got some deal for the nuggets and the fries? Yeah, the 20 nuggets and the basket of fries. Yeah, I'll take one of those, one of each. And let me get 2 double cheeseburger too. Okay, let's do sauces. I'll take
barbecue sauce, and also one honey mustard, Okay. and that'll be it. Alright, beautiful boy. Thank Alright, you. yeah. ഏഴിമലയിലെ 20 നഗറ്റ്സ്. നമുക്ക് ആ ഡബിൾ ചീസ് ബർഗർ അങ്ങ് ക്യാൻസൽ ചെയ്യായിരുന്നു. അത് കുറച്ച് കൂടിപ്പോവും. എന്തോരം തിന്നാലാന്നും പറഞ്ഞോണ്ടാ. ഇരിക്കട്ടെയല്ലേ. ഏയ് വേണ്ട, ദാറ്റ് ഈസ് ടു മച്ച്. ഓഹ്, എപ്പോൾ ഓർഡർ ചെയ്താലും ഉള്ള അവസ്ഥ. അധികം ഓർഡർ ചെയ്യും, ബാക്കിയും വരും. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം വരുമ്പോഴും ആലോചിക്കും, വേണോ വേണ്ടയോ. ഓ, എപ്പോൾ ഓർഡർ ചെയ്യാലും ഇതവസ്ഥ. അതിവിടെ നല്ല ഏത് ഗുദാവിന്ന് ഓർഡർ ചെയ്താലും ഇതവസ്ഥ. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടാണ് സാധനം ഞാൻ തീർക്കും കേട്ടോ. എൻ്റെ ഗൈസ്, നല്ല തിരക്കുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷണം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഓഹ്, എനിക്ക് സോസ് എക്സ്ട്രാ ചോദിക്കണം. സോസ് കുറേ ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബർഗർ കഴിക്കണമെങ്കിൽ അതൊക്കെ ബർഗറുടെ കൂടെ ഒത്തിരി സോസും വേണം ഗൈസ്. ഏഴിമലയിലേയോ എനിക്ക് സോസ് അധികം ചോദിക്കണം. ഈശ്വര തെറി വിളിക്കില്ലേ പുള്ളി. So you mind giving me like 10 to 20 of them ketchups? Okay. Thank you. And some extra dips if possible. And extra dips if possible. It's 2087. Sorry? 2087. Alright, here you go. One more. So it's 2 double cheeseburger, right? Can you make it 1? You want one? Yeah. Just 1. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കണോ? ഇതിനകത്ത് ടർബോയുടെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കേൾക്കും. സോ ഇത് കണ്ടോണേ, നൈസാണ്. സോ സ്പോർട്സ് മോഡ് ഇടുമ്പോൾ വണ്ടിയുടെ ഇത് കണ്ടോ. ആൻഡ് ഓൾസോ വാൽവൊക്കെ ഉണ്ട്, അതൊക്കെ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ടർബോയുടെ ഇത് കാണാം. അതുപോലെ തന്നെ ഓരോ ഇലക്ട്രോണിക് ഗേജസ് കാണാം, ടെമ്പറേച്ചേഴ്സ് കാണാം. 57 ഡിഗ്രി ഫാരൻഹീറ്റ്. എനിക്ക് തോന്നുന്നു 10 ഡിഗ്രി വല്ല തണുപ്പായിരിക്കും ഇപ്പോൾ പുറത്ത്. 10 ആയിരിക്കില്ല, അത് കുറവാണെങ്കിലുള്ളൂ. കറക്റ്റ് എനിക്ക് അറിയത്തില്ല, സോറി. ആൻഡ് So they already made your food, so Alright, that's there's 2 cool. in here, but Yeah. I charged you for that. oh, thank you so much, I appreciate you. So, Oh, one sec. Yes ma'am, thank you. ഓക്കെ, അവളോട് ഞാൻ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ പറഞ്ഞു 2 ഓർഡർ ചെയ്തു ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. കുറേ ആയി പോകും. അവൾ ഒരെണ്ണത്തിന് പക്ഷെ ചാർജ് ചെയ്തു. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എവിടെ ചെന്നാലും ഇവർ ലൈക്ക് നമ്മൾ പെട്ടെന്ന് ഇവിടെ ഓർഡർ കൊടുത്തിട്ട് ഇവിടെ ഒന്ന് മാറ്റുവാണെങ്കിൽ വലിയ വ്യത്യാസമില്ലാത്ത പ്രൈസാണ് അവർ മൈൻഡ് ചെയ്യല. You put the extra ketchup, right? Thank you so much. here you go. Oh, one sec. So, thank you. You have a good time. You too. Okay. നമുക്കപ്പോൾ ഈ സാമാനൊക്കെ എടുത്ത് മാറ്റട്ടെ. ഓക്കെ, നമ്മളപ്പോൾ പോവുകയാണ് മച്ചാന്മാരെ. വണ്ടിയുടെ സൗണ്ട്, എൻജിൻ സൗണ്ട് കേൾക്കണം. സോ ഇങ്ങോട്ട് പവർ വെച്ചാൽ man, this car sexy bro. This car sexy. Habibi. അയ്യോ, എനിക്ക് ഇവിടെ നിന്ന് കണ്ടാ തിരിയണ്ടേ. ഇരുൾ പടപ്പിന്നീറൻ മുടി തിങ്കൾ കലച്ചു. ഈ റൂട്ട് മാനൊക്കെ ചാടാൻ നല്ല സാധ്യതയുള്ള റൂട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിൽ പോയപ്പോൾ എത്ര മാൻ ഇവിടെ കണ്ടു. ലൈക്ക് ഇതിന്റെ താഴത്തൊക്കെ ആ കനാല് പോലുള്ള സൈഡ്, കനാലല്ല അതൊരു ലൈക്ക് ചതുപ്പ്, അവിടെ ലൈക്ക് കുറെ മാനും കുറെ എന്തൊക്കെ ജീവികളുണ്ട്. റക്കൂണ്, മരപ്പെട്ടി പോലത്തെ സാധനങ്ങളൊക്കെ കുറെ ജീവികളുണ്ട്. എനിക്കറിയില്ല, എന്റെ പേര് പോലും അറിയില്ല. ഈനാമ്പേച്ചിയൊക്കെ ഉണ്ട്, ഈനാമ്പേച്ചി. എന്നെ
അങ്ങനെ എന്തൊക്കെയോ നല്ല പാട്ടാ. നമുക്ക് 6 മിനിറ്റ് 2.8 മൈൽസ് 9:03 അറൈവൽ ടൈം. യെസ് സർ. कागज के 2 पंख लेके उड़े चले जाए रे, जाना नहीं जाना था ये वही चले आए रे, उम्र का ये ताना बाना समझ न पाए रे, सुबह पे जो मोह माया नमक लगाए रे, के देखे न भाने न जाने न दाए रे, दिशा हारा क्या मन बुका मुंडा रे. നല്ല പാട്ടാ, എനിക്കിഷ്ടം. कागज के 2 पंख लेके उड़ चले जाए रे, जाना नहीं जाना था ये वही चले आए रे, उम्र का ये ताना बाना समझ न पाए रे, सुबह पे जो मोह माया नमक लगाए रे, के देखे न भले न जाए न दाए रे, दिशा हरा के मन बुका मोंटा रे. ഓക്കെ, സോ നമ്മളിപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സോ അവർ നെക്സ്റ്റ് ടാസ്ക് ഈസ് ഇവിടെ എല്ലാം ഉണ്ടോ? ഇല്ല, റിസർവേഷൻ ഉള്ളി, നോ ഡേ യൂസ്. എനിക്കറിയില്ല എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യമാക്കണ്ട കൈസ്, നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ ഡീസൻ്റാണ്, ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. ചുമ്മാ ഇവിടെ ലൈക്ക് ഇതുണ്ടോ, ഇതൊരു ലേക്ക് സൈഡാണ്, ലൈക്ക് വലിയൊരു ലേക്ക്. നമ്മുടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് താങ്ക്സ് ഗിവിങ് ഇവിടെ അവധി ദിവസങ്ങളായതുകൊണ്ട് കുറേ വണ്ടികൾക്കുള്ള സാധ്യതകളില്ലാതില്ല. അയ്യോ അയ്യേ ചമ്മി നാറി, വണ്ടി സ്റ്റോളായി. ഞാൻ ന്യൂട്രലാന്ന് ഓർത്ത്. സോ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇനി നമ്മുടെ മെയിലിൽ ഇതുണ്ടോ, റിസർവേഷൻ്റെ ഇത് വന്നിട്ടുണ്ട്. സോ അതിനൊരു പിന്നുണ്ട് 5021, അതാണ് ഗേറ്റ് കോഡ്. നമ്മൾ 5021 അടിച്ച് ഗേറ്റ് തുറക്കണം. സോ ഫസ്റ്റ് നമ്മുടെ 5021. ഓക്കെ, നമ്മളെ ഗേറ്റ് തുറന്നു. ഇപ്പോൾ അടഞ്ഞു വന്ന് എൻ്റെ വണ്ടിക്കിട്ട് കിട്ടിയാൽ ഞാൻ വരെ സൂയി നന്നാക്കി കൊടുക്കും. ഞാൻ പറയും സൂയ വക്കീലിന് വെക്കണ വേണം കാശ്. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നു. നമ്മളിനി വണ്ടി ഒന്നകത്തേക്ക് കൊണ്ട് കയറ്റിയിടട്ടെ. ബ്രോ ഇനി നമ്മൾ ഗേറ്റ് ക്ലോസ് പണ്ണുങ്കോ. ഗേറ്റ് ക്ലോസ് ക്ലോസ് ക്ലോസ്. കാഗസ് കെ തോ പങ്ക് ലേകെ. അയ്യോ, ഞാൻ മണ്ടത്തരം കാണിച്ചു. ഞാൻ ശോകം. ഞാൻ ഗേറ്റിനകത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പൂട്ടിയത്. ഇതൊക്കെ ക്യാമറ കാണുന്നവൻ ചിരിച്ച് ചാവുന്നുണ്ടോ? ടെൻ്റ് അടിക്കണില്ല എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അതിലും സുഖമുള്ളൊരു പരിപാടി ഞാനിപ്പോൾ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ഇത് നമ്മുടെ ഗാഡി. ഞാൻ ഫ്രണ്ട് സീറ്റ് രണ്ടും കയറ്റിയിട്ടു. അതിനകത്ത് ഒരു ബെഡ് ഉണ്ടാക്കി. സോ ഇതിനകത്ത് അടിപൊളിയിട്ടിരുന്ന് കഴിക്കാനും പറ്റും, സിനിമ കാണാനും പറ്റും,
തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ എല്ലാം കൊണ്ടും ആക്ച്വലി സെയിം എനിക്ക് തോന്നണേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അടി സക്കേ എന്നാ രസം നോക്കി. ഇത് മതി, ഇത് പൊളി, ഇത് വേറെ മൂഡ്. നമുക്കകത്ത് കയറി ഭക്ഷണം കഴിക്കാം. ഇത് ആക്ച്വലി അടിപൊളി പരിപാടിയാണ്. അടിപൊളി പരിപാടിയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഞാൻ അവിടെ ഒരു കട്ടൻ ഇട്ടു, കാല് വേണമെങ്കിൽ ഇത്ര നിർത്തി വെക്കാം. ആൻഡ് ലൈക്ക് എല്ലാം കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. ഇത് അടിപൊളി പരിപാടിയാണ്. ഇത് ഈ വണ്ടി വേണ വെച്ചാൽ നമുക്ക് ഇപ്പം കാണാം. പൊളിയാ, സുഖമായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യാം. അതിലുപരി ഇതേ തിരിഞ്ഞ് നോക്കിയാൽ ഇവിടെ ഞാനാണെങ്കിൽ കട്ടന് ഇട്ടു. ഇവിടെ ഒരു കട്ടൻ ഇടാനുണ്ടെങ്കിൽ പൊളിക്കും, പക്ഷെ ഇത് സുഖമായിട്ട് കിടക്കാം കേട്ടോ. എൻ്റെ മോനെ ഈസി. ഈ വണ്ടി വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു ഓൾ അമേരിക്ക ട്രിപ്പ് നടത്താം കേട്ടോ. ഫുൾ അമേരിക്ക ട്രിപ്പ് നടത്താം. എന്തായാലും ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ.